ഹലോ, വെൽക്കം ടു സിംപ്ലീസി. എല്ലാവരും സുഖമായിരിക്കല്ലേ? നമുക്കിന്ന് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കൂടെ 6 അല്ലി വെളുത്തുള്ളി ചതച്ചിടും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. റോസ്റ്റ് ആയതുകൊണ്ടാണ് 2 സവാള, വലിയ 2 സവാളയാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ കുറയ്ക്കേണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്കൊരു 3/4 ടീസ്പൂൺ അടുപ്പിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട്. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തുടരെ ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ബാക്കി മസാല നമുക്കിപ്പോൾ എടുത്ത് വയ്ക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അടപ്പൊന്ന് അടച്ച് വെക്കുവാണെങ്കിൽ വേഗം ഒന്ന് കുഴഞ്ഞ് വാടിക്കിട്ടും. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ കുരുമുളക് പൊടിയാണ്. അത് നമ്മളൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈയെടുക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇട്ടേക്കുന്ന പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അല്പം ഫ്ലെയിം ഒന്ന് താഴ്ത്തിയിട്ട് വേണം ഇതൊന്ന് വറുത്ത് കൊടുക്കാൻ. ഈ കൂട്ടിപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മുറിച്ച് വെച്ചേക്കുന്ന 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് ഈ കറിക്ക് നല്ലത്. തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടേക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ചെമ്മീനിലുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇറങ്ങും. അതിനാണ് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം നമുക്ക് സിമ്മിലേക്കാക്കാം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഗ്രേവി ആകും. അല്പം മല്ലിയിലയും കൂടി ചേർക്കുവാണെങ്കിൽ കറി സൂപ്പറാവും. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.